നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്തെ പ്രമുഖ ബാങ്കായ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്കിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ഏതാണ്ട് 27ഓളം വിവിധ റോളുകളിലേക്കാണ് ഫെഡറൽ ബാങ്ക് ഹയർ ചെയ്യുന്നത്. അതും വളരെ മികച്ച പ്രതിഫലം, ഏതാണ്ട് 16.64 lakh പെർ ആനം. അതായത് പ്രതിമാസം ഏതാണ്ട് 1,40,000 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ പരീക്ഷയില്ലാതെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റിലൂടെ എത്താവുന്ന അവസരങ്ങൾ. ഈ ഒരു മികച്ച അവസരം മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതുപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ഫെഡറൽ ബാങ്കിന്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച ഒരു അവസരം ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഓർക്കുക, അമേരിക്കയിൽ പഠിക്കുവാനുള്ള ഒരു നല്ല അവസരം ഇപ്പോൾ ലഭ്യമാണ്. അതും മിനിമം 60% മാർക്ക് +2നോ ഡിഗ്രിയോ ഒക്കെ ഉള്ളവർക്ക് ഡിഗ്രി അല്ലെങ്കിൽ PG പഠനത്തിനൊക്കെ ഇപ്പോൾ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. GRE GMAT ഒക്കെ സാധാരണഗതിയിൽ US വേണം. എന്നാൽ ഇവിടെ അതൊന്നും ആവശ്യമില്ല. IELTS വെറും 6 ബാൻഡ് നേടിയാൽ മതിയാകും. ഓർക്കുക, ഏതാണ്ട് 100 വർഷം പഴക്കമുള്ള, ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. 100ലധികം ഡിഗ്രി PG പ്രോഗ്രാംസ് ഈ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ്. അതും UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപേക്ഷിച്ച് ഒരു 10 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആകർഷകം. അത് കഴിഞ്ഞിട്ട് വിസയും കൂടെ ലഭിച്ചതിന് ശേഷം മാത്രം ഫീസ് പേ ചെയ്താൽ മതിയാകും എന്നുള്ള അട്രാക്ഷനുമുണ്ട്. പാർട്ട് ടൈം ജോലി പോലെയുള്ള അവസരങ്ങൾ, സ്കോളർഷിപ്പ് അവസരങ്ങൾ ഇതൊക്കെ ലഭ്യമാണ്. ഫാമിലി വിസ പോലെയുള്ള അവസരങ്ങളും ലഭ്യമാണ്. ഓർക്കുക, ഈ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെല്ലാം STEM ഡെസിഗ്നേറ്റഡ് കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 ഇയർ വിസ, അതായത് 1.5 വർഷത്തെ PG പഠിക്കുകയാണെങ്കിൽ പിന്നെ 3.5 വർഷമായിരിക്കും സ്റ്റേ ബാക്ക് ലഭ്യമാവുക. അപ്പോൾ അങ്ങനെയുള്ള വിവിധ അവസരങ്ങളുള്ള ഒരു നല്ല വിദേശ പഠന അവസരമാണ്. അതുകൊണ്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ നൽകിയിരിക്കുന്ന നമ്പറിൽ ഈ സ്ട്രിങ്സ് എന്ന കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാം. അതിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ കൺസൾട്ടൻസിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇന്ന് 19-ാം തീയതി ഫെബ്രുവരിയിൽ വന്ന ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നമുക്കപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 19 ഫെബ്രുവരി മുതൽ 26 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. റോൾസ് ഐഡന്റിഫൈ, ഏതൊക്കെ ജോലികളിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. ഓർക്കുക, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ഏതാണ്ട് 27ഓളം വിവിധ റോളുകളിലേക്ക് ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് IS ആർക്കിടെക്ട്, ആൻഡ്രോയിഡ് ഡെവലപ്പർ, ആപ്ലിക്കേഷൻ ആർക്കിടെക്ട്, ബിസിനസ് അനലിസ്റ്റ്, ക്ലൗഡ് ആർക്കിടെക്ട്, ക്ലൗഡ് ഡെവലപ്പർ, ഡേറ്റാ സയൻസ് AI ML എഞ്ചിനീയർ, ഡെവോപ്സ് എഞ്ചിനീയർ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ, iOS ഡെവലപ്പർ, ഇത് തുടങ്ങിയിട്ട് ജാവ ഡെവലപ്പർ, .NET ഡെവലപ്പർ, അതേപോലെ നെറ്റ്വർക്കിംഗ് മേഖലയിൽ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ്, അത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഉൾപ്പെടെയുള്ളത്, ഒറാക്കിൾ SQL ഡെവലപ്പർ, അങ്ങനെയുള്ള അവസരങ്ങൾ. പിന്നെ പവർ പ്ലാറ്റ്ഫോം ഡെവലപ്പർ, പ്രൊജക്ട് ഡെലിവറി മാനേജർ, അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേക്കൻസികളാണ്. പ്രൊജക്ട് മാനേജർ, RPA റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ RPA ഡെവലപ്പർ, അങ്ങനെ SOC സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ അനലിസ്റ്റ്, അങ്ങനെയുള്ള അവസരങ്ങൾ. സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ മേഖലയിലെ അവസരങ്ങൾ, സിസ്റ്റം അനലിസ്റ്റ് ആയിട്ട് ടെസ്റ്റിംഗ് മേഖലയിലെ അവസരങ്ങൾ, ഇങ്ങനെ വിവിധ റോളുകൾ, 27ഓളം വിവിധ റോളുകളിലേക്കാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം, എലിജിബിലിറ്റി ഒന്ന് മനസ്സിലാക്കാം. എലിജിബിലിറ്റി ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന 1-2, അതായത് ഫെബ്രുവരി 1, 2025 പ്രകാരമാണ്. ഫ്രഷേഴ്സ് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് MTechകാർക്ക് പറ്റും, ME MTech അല്ലെ MSc തന്നെ കമ്പ്യൂട്ടർ സയൻസ് IT അല്ലെ MCAക്കാർക്കായിരിക്കും പറ്റുക. അപ്പം ME MTech, MSc MCA ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഫ്രഷർ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. ഓർക്കുക, ഈ വേക്കൻസികളെല്ലാം IT മേഖലയുമായി ബന്ധപ്പെട്ട അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ IT-യുമായി റിലേറ്റഡ് ആയിട്ടുള്ള MTech, ME, MSc കമ്പ്യൂട്ടർ സയൻസ് IT അല്ലെ MCAക്കാരെ ഹയർ ചെയ്യുന്നത്.
ഇനി ഇത് ഫ്രഷർ കാറ്റഗറിയിലാണ്. അവർക്ക് 60% മാർക്സ് ത്രൂ ഔട്ട് വേണം. അതായത് 10th-ലും 12th-ലും ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ 60% എങ്കിലും മിനിമം മാർക്ക് നേടിയിരിക്കണം. ഏജ് 27 വയസ്സിൽ കൂടുതൽ, അതായത് 1/2/1998 ശേഷം ജനിച്ചവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇനി എക്സ്പീരിയൻസ് കാറ്റഗറിയിലുള്ള ക്വാളിഫിക്കേഷൻ നോക്കുക. മിനിമം 1 year എക്സ്പീരിയൻസ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് ഇവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് മിനിമം 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും എക്സ്പീരിയൻസ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ അവിടെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ BTechകാർക്ക് അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ BTechനാണ് എക്സ്പീരിയൻസിൽ. ഫ്രഷേഴ്സിന് ME MTech MCA MSc IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ. ഇനി ഈ BTechകാർക്ക് അപേക്ഷിക്കാം. 50% ത്രൂ ഔട്ട് 10th onwards 10th-ലും 12th-ലും BTechനും ഒക്കെ 50% എങ്കിലും മിനിമം മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 30 വയസ്സിന് മേളിലാകില്ല പ്രായം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസണും ആയിരിക്കണം. അപ്പോൾ ഫ്രഷർ കാറ്റഗറിയിലെയും എക്സ്പീരിയൻസ് കാറ്റഗറിയിലെയും എലിജിബിലിറ്റി ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. ഇനി അവർക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്കായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കി ഇതിൻ്റെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പെർസെൻറ്റേജ് ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യൽ എന്നിവർ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 59.99% ആണെങ്കിലും 60 എന്ന് പറയാൻ പറ്റില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ശമ്പളം, അതാണ് ഏറ്റവും അട്രാക്ഷൻ. കോസ്റ്റ് കമ്പനി എത്രയാണെന്ന് നോക്കാം. മിനിമം ഓഫ് 12.54 lakh പെർ ആനം ടു മാക്സിമം ഓഫ് 16.64 lakh. അതായത് 12.5 ലക്ഷം മുതൽ 16,64,000 വരെ ആയിരിക്കും പ്രതിവർഷ ശമ്പളം കോസ്റ്റ് കമ്പനി. അപ്പോൾ ഏകദേശം ഒരു മാസം 1,40,40,000 വരെ ശമ്പളം ലഭ്യമാകുന്ന അവസരങ്ങളാണ്. അത് നിങ്ങളെ എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്ന പ്ലേസും മറ്റ് ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു ശമ്പളം എത്രയായിരിക്കും എന്ന് തീരുമാനിക്കുക എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഇനി വർക്ക് ലൊക്കേഷൻ എവിടെയായിരിക്കും ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനീഷ്യലി പോസ്റ്റഡ് ഇൻ വേരിയസ് ഡൊമൈൻസ് ഓഫ് ദ ബാങ്ക് അറ്റ് ബാംഗ്ലൂർ, എറണാകുളം ഓർ മുംബൈ. ഇനീഷ്യൽ പോസ്റ്റിംഗ് ബാംഗ്ലൂർ അല്ലെ എറണാകുളം അല്ലെ മുംബൈ ലൊക്കേഷനിലായിരിക്കും, IT ഡൊമൈനിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഭാവിയിൽ ഒരുപക്ഷെ ഇവരെ റീഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇവരുടെ ഇന്ത്യയിലെ ഏത് ബ്രാഞ്ചിലും അല്ലെങ്കിൽ ഏത് ഓഫീസിലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊബേഷൻ ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷർ കാറ്റഗറി 2 year പ്രൊബേഷൻ ആയിരിക്കും. എക്സ്പീരിയൻസ് കാറ്റഗറി 1 year ആയിരിക്കും പ്രൊബേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും സെലക്ഷന്? സാധാരണ ബാങ്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് ബാങ്കിൽ ഹയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എക്സാമിനേഷൻ ഒന്നും കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് പ്രോസസ് എങ്ങനെയായിരിക്കും? സെലക്ഷൻ റൗണ്ട് ഫോർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് വിൽ ബി ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റിംഗ്. നിങ്ങളുടെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂവും കൂടി നടത്തും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓരോ സ്റ്റേജും എലിമിനേഷൻ ഉണ്ടാകും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇനി വേറൊരു കാര്യം ഇവർ സൂചിപ്പിക്കുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷന് നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളാണ്. ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, എറണാകുളം, കൽക്കട്ട, മുംബൈ ഈ ലൊക്കേഷനിൽ വെച്ചായിരിക്കും പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. 26 ഫെബ്രുവരി വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഓൺലൈനായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണ് എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നൽകുന്നത്. ജനറൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും ഇവിടെ നൽകുന്നുണ്ട്. പിന്നെ ഓരോ വേക്കൻസി ഞാൻ പറഞ്ഞാൽ 27ഓളം വിവിധ റോളുകളുണ്ട്. ആ റോളുകളിലേക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇവരിവിടെ സൂചിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. താല്പര്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് മുഴുവൻ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലേക്ക് വരിക. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ വന്നിട്ട് വേണം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഈ ഫെഡറൽ ബാങ്കിൻ്റെ കരിയർ പേജ് വന്നാൽ ഇവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ IT ഓഫീസേഴ്സ് സ്കെയിൽ 1 എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഇവിടെ കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാവുന്നതാണ്. പിന്നെ ഗൈഡ് ലൈൻസ് ഫോർ സ്കാനിങ് ആൻഡ് അപ്ലോഡിംഗ് ഓഫ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ള ഗൈഡ് ലൈൻസ് നൽകുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇത് ഫ്രഷർ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കാണ്. ഇത് എക്സ്പീരിയൻസ് കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കാണ്. ഈ അപ്ലൈ നൗ ഫ്രഷർ കാറ്റഗറി എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രഷേഴ്സിന് ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നുണ്ട്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ ബേസിക് ആയിട്ട് ഉള്ള ഫോൺ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇത് നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ അടിച്ചു നൽകി ഒരു OTP കൊടുക്കുക. OTP വന്നതും കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് വേണം അപേക്ഷിക്കുവാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഒരവസരം ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.